മലങ്കര സഭയുടെ ശ്രേഷ്ഠാചാര്യൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനി, നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടുവാൻ കാരണക്കാരനായ യാക്കോബ് മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്തൻ തിരുമേനി, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു റിട്ടയർഡ് ജഡ്ജി, ഒരു കേന്ദ്രമന്ത്രി സദസ്സിലുണ്ടായിരിക്കെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഐറേനിയസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ എപ്പിസ്കോപ്പൽ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ തീരുമാനിച്ചിരുന്നത് നമ്മുടെ പ്രളയകാലത്തായിരുന്നു. അന്ന് എളിയവൻ നിലവിലുള്ള ജഡ്ജിയായിരുന്നു. അന്ന് എന്നെ ക്ഷണിച്ചതുകൊണ്ട് പിന്നീട് ആ ക്ഷണം മാറ്റിവെക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ക്ഷണം അങ്ങനെ അങ്ങ് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പ്രത്യേക ഒരു അനൗചിത്യമൊന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ വേദിയിലുള്ള കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കഴിയും എന്ന് അറിയാവുന്നതുകൊണ്ട് ആ സന്മനസ്സുകളെ ഞാൻ നമിക്കുന്നു. എന്നോട് കാണിച്ച സ്നേഹത്തിനും വാത്സല്യത്തിനും പ്രത്യേകമായി നന്ദിയും പറയുന്നു. ബാവ തിരുമേനി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പണ്ഡിതനും ആത്മീയനുമായിട്ടുള്ള ഒരു ശ്രേഷ്ഠ വ്യക്തിയാണ് ഐറേനിയസ് മെത്രാപ്പൊലീത്ത എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ പണ്ഡിതരായ വിശുദ്ധരാണ് വിശുദ്ധരായ പണ്ഡിതരേക്കായും കൂടുതൽ അഭിമാനമായിട്ടുള്ളത്, ആവശ്യമായിട്ടുള്ളത്. പാണ്ഡിത്യം ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനാണ്. ദൈവത്തെ അറിയാതെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പാതയിൽ നിന്നും മാറിപ്പോകാൻ സാധ്യത വരുന്നത്, ഇടയാവുന്നതും. ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിൻ്റെ മകനും മകളും എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ ഒരു ഔന്നത്യം, വലിയൊരു ശ്രേഷ്ഠത, ധന്യത കൈമുതലായി സ്വീകരിച്ച് ഐറേനിയസ് മെത്രാപ്പൊലീത്ത തിരുമേനി നമ്മുടെ മുമ്പിൽ തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ 51 വർഷവും എപ്പിസ്കോപ്പൽ പദവിയുടെ 25 വർഷവും പൂർത്തിയാക്കി നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. സുകുമാർ അഴീക്കോട് ദിവംഗതനായിട്ട് കുറച്ച് നാളിലേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു നിരീക്ഷണമുണ്ട് വൻ വ്യക്തിത്വങ്ങളെക്കുറിച്ച്. അകലെ നിന്ന് പൂജിക്കുന്ന പല വിഗ്രഹങ്ങളും അടുത്ത് വരുമ്പോൾ ഉടഞ്ഞു പോകുന്ന ദയനീയമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമുക്ക് നാട്ടിലുള്ളത് എന്ന് ഞാനിതിവിടെ അനുസ്മരിക്കാൻ കാരണം, ഐറേനിയസ് മെത്രാപ്പൊലീത്ത തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അകലെ നിന്ന് വീക്ഷിച്ചാലും അടുത്ത് ചെന്ന് പരിശോധിച്ചാലും ഒരേ തുറവിയും ഒരേ വിശുദ്ധിയും ഒരേ മാന്യതയും ഒരേ അന്തസ്സും പുലർത്തുന്ന പണ്ഡിതനും വിനീതനും വിശുദ്ധനും ശുദ്ധനും ഭക്തനുമായ ഒരു തിരുമേനി. ഈ 5 കാര്യങ്ങളാണ് എനിക്ക് ഐറേനിയസ് തിരുമേനിയെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓർക്കാനായിട്ടുള്ളത്. ഇപ്രകാരമുള്ള പഞ്ചഗുണങ്ങൾ ഒരു വ്യക്തിയിൽ, അതും പ്രത്യേകിച്ചൊരു ആത്മീയ വ്യക്തിയിൽ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ബാവ തിരുമേനി സൂചിപ്പിച്ചോണം തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവർ നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യമായിട്ടുള്ള വിളക്ക് മരങ്ങളും വിളക്കുകളുമാണ്. വിളക്ക് വെളിച്ചം തരുന്നതാണ്. നമ്മൾ ദീപം തെളിച്ചപ്പോൾ പാടിയ പാട്ട് വെളിച്ചം തരണമേ എന്നാണ്. വെളിച്ചത്തിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അന്ധകാരം അകറ്റുക എന്നുള്ളതാണ്. ഐറേനിയസ് തിരുമേനിയെപ്പോലെയുള്ള വിളക്കുകളാണ് ഇന്ന് സമൂഹത്തിൽ നാം കാണുന്ന അസത്യത്തിൻ്റെ, അസമാധാനത്തിൻ്റെ, അക്രമത്തിൻ്റെ, അഴിമതിയുടെ എല്ലാം അന്ധകാരം അകറ്റാനുള്ള വിളക്കുകൾ. അദ്ദേഹം ഒരു വിളക്ക് മരവും കൂടെ കൂടിയാണ്. കാരണം വഴി അറിയാവുന്നവനും വഴിയെ പോകുന്നവനും ആ വഴി കാണിച്ചു കൊടുക്കുന്നവനുമായിട്ടുള്ള ഒരു വിളക്ക് മരം. വിളക്ക് വെളിച്ചം തരുന്നു, വിളക്ക് മരം വഴി കാണിച്ചു കൊടുക്കുന്നു. ഐറേനിയസ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം വെളിച്ചമായും വിളക്ക് മരമായും പ്രശോഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഉള്ളൂരിൻ്റെ മനോഹരമായ ഒരു വരിയുണ്ട് പ്രമേഖാസലാപത്തിൽ നിന്നുള്ളതാണ്. വിളക്ക് കൈവശമുള്ളവൻ എങ്ങും വിശ്വം ദീപമയം. ഈ വിശ്വത്തെ ദീപമയമായി കാണുവാനായിട്ട്
ഈ വിശ്വത്തിലെ അന്ധകാരം അകറ്റുവാനായിട്ട് അവനവനിലുള്ള പ്രകാശം അത് തെളിക്കാതെ ഒരിക്കലും സാധിക്കില്ല. ഐസയാസ് പ്രവാചകൻ പറഞ്ഞത് അത് തന്നെയായിരുന്നു. ഉണർന്ന് പ്രശോഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ വെളിച്ചമുണ്ട്. നാം തന്നെ ഒരു വെളിച്ചവുമാണ്. പക്ഷേ ആ വെളിച്ചം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സ്ഥലത്തും പ്രതീക്ഷിക്കുന്ന സമയത്തും പ്രതീക്ഷിക്കുന്ന വിധത്തിലും ശോഭിക്കാത്തതുകൊണ്ട് നമ്മുടെ ചുറ്റും അന്ധകാരമുണ്ട്. എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ അന്ധകാരമുള്ള ഞാനാവുന്ന വിളക്ക് തെളിയാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ഇടവകയിൽ അന്ധകാരമുള്ളത്? ഞാനാവുന്ന വിളക്ക് ആ ഇടവക വൈദികം തെളിയിക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ ഓരോരുത്തരും ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നത് ഓരോ വിളക്കുകളാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ വിളക്ക് പ്രകാശിച്ച് നമ്മുടെ ചുറ്റുമുള്ള അന്ധകാരം അകറ്റാൻ തക്കവണ്ണം ദൈവപിതാവ് നമ്മോട് പറഞ്ഞതുപോലെ അത് പറയുടെ കീഴിൽ വെക്കാതെ അത് പുരമകളിൽ പ്രകാശിക്കാൻ തക്കവണ്ണം എടുത്തു വെച്ച ഒരു വൈദിക ശ്രേഷ്ഠനും വൈദിക ശ്രേഷ്ഠ ആചാര്യനുമാണ് ഐറേനിയസ് തിരുമേനി എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അടുത്തു നിന്നും അകലെ നിന്നും പരിശോധിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഐറേനിയസ് തിരുമേനിയെ പോലുള്ള വന്യ തിരുമേനിമാർ ഇനി മുന്നോട്ട് നമ്മുടെ സമൂഹത്തിന് വെളിച്ചം തരുന്ന വിളക്കുകളായിട്ടും വിളക്ക് മരങ്ങളായിട്ടും ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് നമുക്ക് സമൂഹത്തിൽ അന്യം നിന്നു പോകുന്നതോ അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതോ ഇപ്രകാരമുള്ള ആത്മീയ ആചാര്യന്മാരെയാണ്. പൊതുവെയുള്ള ഒരു നിരീക്ഷണം പൊതുസമൂഹത്തിലുള്ളത്, നമുക്ക് മതങ്ങൾ ധാരാളമുണ്ട്, മത ആചാരങ്ങളുമുണ്ട്, മത ആചാര്യന്മാരുമുണ്ട്. പക്ഷേ നമ്മുടെ മതങ്ങളിൽ നിന്നും ആത്മീയത ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഒരു നിരീക്ഷണമുണ്ട്. ആ നിരീക്ഷണം നടക്കുന്ന സമയം അത് പൊതുസമൂഹത്തെ മുഴുവനായും കുറ്റം പറയാനും പറ്റില്ല. ആ നിരീക്ഷണങ്ങൾ നടക്കുന്ന സമയത്താണ് നമ്മൾ ഇപ്രകാരമുള്ള ഒരു ആത്മീയ ആചാര്യൻ്റെ ഈ ശ്രേഷ്ഠ പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്നത്. ഈ ആഘോഷം നമുക്കൊക്കെ ഒരു പ്രചോദനമാകണം. ഈ ആഘോഷം നമുക്കൊക്കെ ഒരു ആവേശമാകണം. നമ്മുടെ സമൂഹത്തിൽ നാം പ്രതിദാനം ചെയ്യുന്ന മതത്തിൻ്റെ സത്യവും നീതിയും എന്താണ് എന്ന് ഈ ലോകത്തിന് തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയണം. സത്യം എന്താണ് എന്ന് യേശുക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ സത്യത്തെ എന്താണ് എന്ന് നിർവചിച്ചില്ല യേശുക്രിസ്തു. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ സത്യം എന്ന് പറഞ്ഞു. കാരണം യേശുക്രിസ്തു സത്യമായത് സത്യനീതിയായപ്പോഴാണ്, നീതിയായത് നീതി സമാധാനമായപ്പോഴാണ്. സത്യത്തെ നീതിയായും നീതിയെ സമാധാനമായും അവനവൻ്റെ ഉള്ളം കൊണ്ടും അവനവന് ഉള്ളതുകൊണ്ടും അവനവന് ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൊണ്ടും നിർവചിച്ചും വ്യാഖ്യാനിച്ചും ഈ സമൂഹത്തിന് ഒരു പുതിയ പാത തുറക്കുവാൻ ഇപ്രകാരമുള്ള ഐറേനിയസ് തിരുമേനിമാരെ പോലെയുള്ള ആചാര്യന്മാർക്ക് കഴിയട്ടെ. അപ്രകാരമുള്ള ആചാര്യന്മാരുടെ അഭാവത്തിന് ഈ തിരുമേനിയുടെ ഈ ആഘോഷം ഒരു വലിയൊരു വെല്ലുവിളിയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അനുഭാവത്തോടെ ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഈ ഐറേനിയസ് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ എപ്പിസ്കോപ്പൽ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.